السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا وحبيبنا محمدًا صلى الله عليه وعلى آله وأصحابه وسلم بلغ الرسالة وأدى الأمانة ونصح الأمة. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് രഹസ്യ ജീവിതത്തിൽ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ ഇഷ്ടവും അള്ളാഹുവിൻ്റെ പൊരുത്തവും സമ്പാദിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാൻ പരമാവധി പരിശ്രമിക്കുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പുതിയ ഒരു വർഷത്തെ റമദാനിൽ കൂടി സമ്മേളിക്കാനും അള്ളാഹു നിർബന്ധമാക്കി നിശ്ചയിച്ച ജുമാ നമസ്കാരത്തിനു ശേഷം വീണ്ടും അവൻ്റെ റഹ്മത്തുകളുള്ള, അവൻ്റെ കാരുണ്യങ്ങളുള്ള, അവൻ്റെ റഹ്മത്തിൻ്റെ മലായിക്കത്തുകൾ ചുറ്റുഭാഗവും വലയം ചെയ്ത് കാവൽ തീർത്തിട്ടുള്ള അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധ ഭവനത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് മനസ്സിലാക്കാൻ, പഠിക്കാൻ നാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിലപ്പുറം സന്തോഷിക്കാൻ മറ്റൊരു സന്ദർഭമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ സന്തോഷത്തോടു കൂടിയാണ് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരുമിച്ച് കൂടുന്നവരെക്കുറിച്ച് പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കൂട്ടത്തിൽ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് നാം സംസാരിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. ആ പറഞ്ഞവ നമ്മുടെ ഓർമ്മയിലുണ്ടാകും. പലതും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാകുമ്പോൾ ഓർമ്മയിൽ തങ്ങി നിൽക്കുക എന്നത് സ്വാഭാവികമാണല്ലോ. നമ്മുടെ പൊന്നുമക്കളെക്കുറിച്ച് നാം സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ ഉപ്പമാരെക്കുറിച്ച് നാം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉമ്മമാരെക്കുറിച്ച് നാം ഒരു വെള്ളിയാഴ്ച മുഴുവൻ ഓർത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ കൂട്ടുകാരികളായ, നമ്മുടെ ജീവിതത്തിന് ഊർജവും ഉന്മേഷവും നൽകേണ്ട നമ്മുടെ പ്രിയപ്പെട്ട പ്രിയതമകളെക്കുറിച്ച് നാം പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ഈ പറഞ്ഞതെല്ലാം ഒരു വ്യക്തി എന്ന നിലക്ക്, ഒരു മനുഷ്യൻ എന്ന നിലക്ക് എൻ്റെ മനസ്സിൻ്റെ വികാരങ്ങളോ വിചാരങ്ങളോ, സത്യസന്ധമായ വികാരങ്ങളോ ആണ്. കലർത്തലുകളില്ലാത്ത, കൃത്രിമങ്ങളില്ലാത്ത എൻ്റെ മനസ്സിൽ നിന്ന് നിങ്ങളുടെ മനസ്സിലേക്ക്, സാധിക്കുമെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ ഏറ്റവും അഗാധതയുടെ അടിത്തട്ടിൽ നിന്ന് നിങ്ങളുടെ മനസ്സുകളുടെ അഗാധതയിലേക്ക് എത്തണമെന്ന പൂതിയോടെ, ആഗ്രഹത്തോടെ അള്ളാഹുവിൻ്റെ കിതാബും നമ്മുടെയൊക്കെ കണ്ണിലുണ്ണിയായ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ സുന്നത്തും, അതാണല്ലോ
നാം ഈ സംസാരങ്ങളിലൊക്കെ പറഞ്ഞത്, സ്വാഭാവികമായി എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാർക്ക് ആക്ഷേപമുണ്ടായി. മക്കളെക്കുറിച്ച് പറഞ്ഞു, ഉപ്പമാരെക്കുറിച്ചും ഉമ്മമാരെക്കുറിച്ചും ഞങ്ങളെക്കുറിച്ചും പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ടാണ് പുരുഷന്മാരെക്കുറിച്ച് പറയാത്തത് എന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പരിഭവമാണ്. ആ പരിഭവത്തിനും എന്നെ സംബന്ധിച്ചിടത്തോളമുള്ള യഥാർത്ഥ കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. എൻ്റെ മനസ്സിലെ സത്യസന്ധമായ വികാരങ്ങൾ മാത്രമേ എനിക്ക് പുറത്ത് കാണിക്കാനാവൂ. ഒരു പുരുഷനെന്ന നിലക്ക് സ്ത്രീ എങ്ങനെയായിരിക്കണമെന്ന് പറയാൻ എനിക്കറിയാം. ഒരു ഉപ്പ എന്ന നിലക്ക് എൻ്റെ മക്കൾ എങ്ങനെ ആയിരിക്കണം എന്ന് സത്യസന്ധമായി ആഗ്രഹിച്ച് പറയാൻ എനിക്കറിയാം. ഒരു മകനെന്ന നിലക്ക് എൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മയും എങ്ങനെയായിരിക്കണം എന്ന് പറയാൻ എനിക്കറിയാം. ഒരു പിതാവെന്ന നിലക്ക് ഒരു പിതാവും മാതാവും യഥാർത്ഥത്തിൽ ചെയ്യേണ്ട കടമകളെക്കുറിച്ച് പറയാൻ എനിക്കറിയാം. ഞാനൊരു സ്ത്രീയല്ലല്ലോ. അതുകൊണ്ട് ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന പുരുഷൻ, അല്ലെങ്കിൽ ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന പുരുഷൻ്റെ ക്വാളിറ്റീസ് എന്ത് എന്ന് പറയാൻ വൈകാരികമായി ഞാൻ അശക്തനാണ്. അത് എൻ്റെ സഹോദരിമാർ പ്രത്യേകം ഉൾക്കൊള്ളണം എന്ന പ്രത്യേകമായ മുഖവുരയോടുകൂടിയാണ് ഈ കാര്യം പറയുന്നത്. എന്നാൽ പിന്നെ എനിക്കെന്താണ് പറയാനുള്ളത്? എന്നാൽ ഈ പറഞ്ഞ എൻ്റെ സ്വന്തം വികാരങ്ങളെക്കാളും വിചാരങ്ങളെക്കാളുമൊക്കെ എനിക്ക് പറയാൻ അമൂല്യമായ ഒന്നുണ്ട്. അതെന്താണെന്നോ, എൻ്റെ ഹബീബായ, എൻ്റെ കണ്ണിലുണ്ണിയായ, എൻ്റെ കരളിൻ്റെ കഷ്ണമായ, എൻ്റെ ജീവിതത്തിൻ്റെ വെളിച്ചമായ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഒരു പുരുഷനായിരുന്നു. അദ്ദേഹം ഒരാണായിരുന്നു. അദ്ദേഹം ഒരു സ്ത്രീയായിരുന്നില്ല. ഇസ്ലാമിൽ സ്ത്രീകൾ പ്രവാചകന്മാരായി വന്നിട്ടില്ല. പ്രവാചകന്മാരാകാൻ സ്ത്രീകളെ പറ്റില്ല എന്നത് സ്ത്രീകളുടെ പ്രകൃതത്തിൻ്റെ ഭാഗമായി അള്ളാഹു നിശ്ചയിച്ചതാണ്. എൻ്റെ നേതാവ് ഒരു പുരുഷനായിരുന്നു. എൻ്റെ നേതാവിൻ്റെ പ്രത്യേകത, ആ നേതാവ് കൈവെക്കാത്ത, കാലുവെക്കാത്ത, ആ നേതാവ് പരാമർശിക്കാത്ത, ആ നേതാവ് തൊട്ടു നോക്കാത്ത ഒന്നും, ഒരു സംഭവവും ലോകത്തില്ല. ഒന്നുമില്ല. ഒരു മനുഷ്യൻ്റെ ജീവിതം എടുത്തു നോക്കിയാൽ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അവിടെയൊക്കെ എൻ്റെ നേതാവ് തൊട്ടിട്ടുണ്ട്. അവിടെയൊക്കെ എൻ്റെ നേതാവിൻ്റെ സ്പന്ദനങ്ങളുണ്ട്. അവിടെയൊക്കെ എൻ്റെ നേതാവിൻ്റെ മാർഗനിർദ്ദേശങ്ങളുണ്ട്. അവിടെയൊക്കെ ഒരു പുരുഷനെന്ന നിലക്കുള്ള പച്ചയായ വികാരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എൻ്റെ നേതാവിൻ്റെ നിർദ്ദേശങ്ങളുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാനിപ്പോൾ പറയുന്നത് ഒരു പുരുഷനായ എന്നെക്കുറിച്ചല്ല, പുരുഷന്മാരായ നിങ്ങളുടെ ഭർത്താക്കന്മാരെക്കുറിച്ചല്ല, മറിച്ച് പുരുഷനായ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച ഒരു മനുഷ്യൻ എന്ന നിലക്ക്, കുടുംബജീവിതം നയിച്ച ഒരു വ്യക്തി എന്ന നിലക്ക്, കുടുംബജീവിതവുമായി അദ്ദേഹം എങ്ങനെ ബന്ധപ്പെട്ടു, ഒരു പുരുഷൻ എങ്ങനെ ഒരു കുടുംബമായി ജീവിക്കണം, ഒരു പുരുഷൻ്റെ റോൾ എന്താണ് ജീവിതത്തിൽ, ജീവിതം സൗഭാഗ്യമാക്കാൻ, സമ്പന്നമാക്കാൻ, ഭാഗ്യമുള്ളതാക്കാൻ, വീടും പരിസരവും സമാധാനമുള്ളതാക്കാൻ, ജീവിതത്തിൽ സന്തോഷമുള്ളതാക്കാൻ ഒരു പുരുഷൻ എന്ന നിലക്ക് നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. സഹോദരന്മാരെ, പുരുഷന്മാരെ, നമ്മളൊക്കെ അങ്ങനെ ആകേണ്ടവരാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബുദ്ധിയുടെ സമ്പൂർണത ഉള്ള ആളായിരുന്നു. ഒരു ന്യൂനത പോലും അദ്ദേഹത്തിൻ്റെ ബുദ്ധിക്ക് എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ ആർക്കും സാധ്യമല്ല. നമ്മളൊക്കെ അങ്ങനെയല്ലല്ലോ. നമുക്കൊക്കെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മുടെ ബുദ്ധിക്കൊരു കുറവുണ്ട്. എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്പൂർണമായ ബുദ്ധിയുടെ ഉടമയായിരുന്നു. നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ഉത്തമ ഗുണങ്ങളുടെയും പൂർണ്ണരൂപമായിരുന്നു. ഉത്തമ ഗുണങ്ങളുടെ പൂർണ്ണരൂപം. നമ്മളങ്ങനെയല്ലല്ലോ. നമുക്കറിയാം, നമുക്കൊക്കെ ഒരുപാട് ദോഷങ്ങളുണ്ടല്ലേ. എനിക്കറിയാവുന്ന ഒരുപാട് ദോഷം എൻ്റേതായുണ്ട്. എൻ്റെ കുടുംബത്തിന്, എൻ്റെ ഇണക്ക് മാത്രം അറിയാവുന്ന ഒരുപാട് ദോഷം എൻ്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ചോദിക്കാൻ ചെന്നത് ആരുടെ അടുത്താണെന്ന് ചിന്തിച്ചു നോക്കൂ.